Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Wa nashhadu an la ilaha illallah wa nashhadu anna sayyidana Muhammadar Rasulullah. اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം 21-ാമത്തെ അധ്യായത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് 22-ാമത്തെ അധ്യായമാണ്. ഹിസ്ബുൽ ഉമ്മത്തിൽ മുഹമ്മദിയ, മുഹമ്മദീയൻ സമുദായം എന്നാണ് ഈ അധ്യായത്തിൻ്റെ നാമം. മുഹമ്മദീയൻ സമുദായത്തിന് മറ്റ് ഒരു സമുദായത്തിനുമില്ലാത്ത മഹത്വങ്ങളും പ്രത്യേകതകളും ഉണ്ട്. ഉമ്മത്ത് മുഹമ്മദീയത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കുന്നത് ലോകത്തുൾ കഴിഞ്ഞുപോയ എല്ലാ ജനതയും ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് നമ്മുടെ ഈസാ നബി അലൈഹിസ്സലാം വരെ കഴിഞ്ഞു പോയ മുഴുവൻ അംബിയാ മുർസലീങ്ങളും അവരുടെ എല്ലാവരുടെയും ജനതകളും അവരെല്ലാവരും യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ്, തിരുനബിയുടെ ജനതയാണ്, സമുദായമാണ്. പക്ഷേ അതെന്തുകൊണ്ട് എന്ന് നാം വിശദമായി മറ്റൊരു ഭാഗത്ത് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ അംബിയാ മുർസലീങ്ങളും തിരുനബിയിൽ നിന്നാണ് അവർക്ക് ആവശ്യമായ എല്ലാ അറിവുകളും നേടിയത് എന്നൊക്കെ നാം വിശദീകരിച്ചു. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുൽ അംബിയാ എന്ന് പറയപ്പെടുന്നത്, തിരുനബിയെക്കുറിച്ച്. അപ്പോൾ പിന്നെ ആ അംബിയാ മുർസലീങ്ങളുടെ സമുദായങ്ങൾ അവരും തിരുനബിയുടെ സമുദായം തന്നെയാണ്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വന്ന ശേഷം, അവിടുന്ന് ഈ ഭൂമിയിലുള്ള റസൂലുൻ നബിയുമായി വന്ന ശേഷം അവിടുത്തെ സമുദായമാവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. ആരൊക്കെ ആ നബിയെ തിരിച്ചറിഞ്ഞ് ആ നബിയെ കൊണ്ട് വിശ്വസിച്ചോ, ആരെല്ലാം ആ നബിയിൽ വിശ്വാസമർപ്പിച്ച് ആ നബിയെ സ്നേഹിച്ചോ, അവരെല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്പെഷ്യൽ സമുദായമാണ്. ഈ സ്പെഷ്യൽ സമുദായത്തിലേക്ക് മറ്റ് ഒരു സമുദായത്തിനും ഇല്ലാത്ത പ്രത്യേകതകളും മഹത്വങ്ങളും ഉണ്ട്. അതാണ് നാം ഈ അധ്യായത്തിൽ പറയുന്നത്. നാമൊക്കെ അള്ളാഹുവിൻ്റെ വിവിധ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടു എന്നത് തന്നെ അള്ളാഹുവിന് നാം എത്ര നന്ദി ചെയ്താലും തീരാത്ത ഒരു മഹത്വമാണ് നാം മനുഷ്യരായി എന്ന് പറയുന്നത്. കാരണം മനുഷ്യ വംശത്തിന് മലക്കുകൾക്കോ മറ്റൊരു സൃഷ്ടികൾക്കോ ഇല്ലാത്ത പ്രത്യേകത അല്ലാഹു തആല മനുഷ്യ വംശത്തിന് തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യരാകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മഹത്വമാണ്. രണ്ടാമത്തെ മഹത്വം, നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു തആല, ആ അള്ളാഹുവിനെ വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചു. ആ അള്ളാഹുവിലും അവൻ്റെ യഥാർത്ഥ മതത്തിലും വിശ്വസിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നത് രണ്ടാമത്തൊരു വലിയ മഹത്വമാണ്. അല്ലാഹു തആല നമ്മെ തിരഞ്ഞെടുത്ത വലിയ ഒരു മഹത്വമാണത്. അതിനും നാം എത്ര നന്ദി ചെയ്താലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. മൂന്നാമത്തൊരു മഹത്വമാണ്, ആ അള്ളാഹുവിൻ്റെ വിശ്വാസികളായ മനുഷ്യരിൽ നിന്ന് നമ്മെ അല്ലാഹു തആല അവനേറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
സ്പെഷ്യലായ സമുദായത്തിൽ പെടാൻ നമുക്ക് സാധിച്ചു എന്നത് ഒരിക്കലും നമുക്കതിന് നന്ദി പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ നന്ദി ചെയ്യാൻ സാധിക്കാത്ത ഒരു നിഅമത്താണ്. അതാണ് ഇമാം ബൂസീരി സൂചിപ്പിച്ചത്, ബുശ്റാ ലനാ മഅശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി എന്ന് പറഞ്ഞത്. അപ്പോൾ ഉമ്മത്ത് മുഹമ്മദിയത്ത്, ആരാണ് ഉമ്മത്ത് മുഹമ്മദിയത്ത്? തിരുനബിയെ കൊണ്ട് വിശ്വസിച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചു. ആ വിശ്വസിച്ചതുകൊണ്ട് മാത്രം തിരുനബിയുടെ ഉമ്മത്തിൽ പെടണമെന്നില്ല. കാരണം തുടക്കത്തിൽ തിരുനബിയുടെ ഉമ്മത്തിൽ പെടലല്ല വിഷയം, മരിക്കുന്ന സമയത്ത് ഉമ്മത്ത് മുഹമ്മദിയത്തിൽ പെട്ട് മരിക്കണം. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അത് പെട്ടെന്ന് നേടാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല മരിക്കുന്ന സമയത്ത് ഉമ്മത്ത് മുഹമ്മദിയത്തിൽ പെടൽ. മരിക്കുന്ന സമയത്ത് ഉമ്മത്ത് മുഹമ്മദിയത്തിൽ പെട്ടാൽ അവർക്കാണ് താഴെ പറയുന്ന എല്ലാ മഹത്വങ്ങളിൽ വലിയ മഹത്വങ്ങളൊക്കെ ഉള്ളത്. അതിൽപ്പെട്ട് മരിക്കണമെങ്കിൽ നാം ഫാത്തിഹയിൽ എന്നും പ്രാർത്ഥിക്കാറുള്ള വലിയ പ്രാർത്ഥന എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇസ്തിഖാമത്ത്, ചൊവ്വായ വഴി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ആ ചൊവ്വായ വഴി, അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തും വലത്തും വളഞ്ഞു പോവാത്ത, വിശ്വാസത്തിലും കർമ്മങ്ങളിലും ഒരിക്കലും വളഞ്ഞു പോവാതെ ചൊവ്വായിട്ട് പോകുന്ന ആ വഴി, ആ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണം അല്ലാഹ് എന്ന് നമ്മൾ എല്ലാ നിസ്കാരങ്ങളിലും എത്രയോ പ്രാവശ്യം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആക്ക് അത്രയും പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? ഉമ്മത്ത് മുഹമ്മദിയത്തിൽ ഞങ്ങളെ പെടുത്തണേന്നാ. സിറാത്തുൽ മുസ്തഖീം ഏതാ? അത് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും വരച്ച് കാണിച്ച് തന്ന, എന്നിലൂടെയും എൻ്റെ സ്വഹാബത്തിലൂടെയും ലോകം പഠിച്ച ആ റൂട്ട്, അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ, ഞങ്ങളതിലേക്ക് ചേർത്തി അതിൽ നിർത്തേണമേ എന്ന് അള്ളാഹുവിനോട് എപ്പോഴും നാം ദുആ ചെയ്യണം. മരിക്കുന്ന സന്ദർഭം നാം ഒരിക്കലും ഉമ്മത്ത് മുഹമ്മദിയത്തിൽ നിന്ന് നമ്മുടെ പേര് വെട്ടപ്പെടാൻ പാടില്ല, പേര് നിർമ്മാർജ്ജനം ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. മരിക്കുന്ന സന്ദർഭം ഉമ്മത്ത് മുഹമ്മദിയത്തിൽ പെടാൻ ഭാഗ്യം കിട്ടാതെ കാഫിറായി ചത്തുപോകുന്നവരുണ്ട്. അള്ളാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ലം വഅലാ ആലിഹി മാദാമൽ മലവാൻ. രാപ്പകലുള്ള കാലത്തോളം നീ നിൻ്റെ അത്യുന്നതനായ ഹബീബിനും അവിടുത്തെ കുടുംബങ്ങൾക്കും നീ സ്വലാത്തും സലാമും ബറക്കത്തും ചെയ്യണമേ അല്ലാഹ്. അല്ലദീ ബിൻ ഹുസ്നിഹിൽ മഅനവി, ആ നിൻ്റെ ഹബീബിൻ്റെ ആന്തരികമായ ഭംഗിയിൽപ്പെട്ടതാണ്, നബിയുടെ ഒരു ഭംഗിയാണ്, അന്നഹു അക്സറുൽ അംബിയായി ഉമ്മത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ ഏറ്റവും സമുദായമുള്ള ആളാണ്. ദാത്ത ഈമാൻ, വിശ്വാസികളായ സമുദായം കൂടുതലുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹിസ്സലാം ഒക്കെ 950 വർഷം നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, പ്രബോധനം ചെയ്തു. وعاش يدعو بآيات مبينة في قومه 1000 عام غير 50. 950 വർഷം നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു ജനങ്ങളെ. എന്നിട്ടോ വിശ്വസിച്ചത് ആരാ? 6 6 12, 6 പുരുഷന്മാരും അവരുടെ ഭാര്യമാർ 6 പേര്. അങ്ങനെ 12 പേരാണ് നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ചത്. അള്ളാഹു പറഞ്ഞു, അമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, കുറഞ്ഞ പേര്. നൂഹ് നബി അലൈഹിസ്സലാം അന്ന് ഭൂമിയിൽ എല്ലാവരിലേക്കും അയക്കപ്പെട്ട ആളായിരുന്നു.
ഭൂമിയിൽ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ അവരാരും നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ചില്ല, 6 പേരല്ല. അതല്ലാത്തവരൊക്കെ അള്ളാഹു ആ വലിയ പ്രളയത്തിൽ അള്ളാഹു അവരൊക്കെ കൊന്നുകളഞ്ഞു. എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല. 23 വർഷം മാത്രം പ്രബോധനം ചെയ്തിട്ടുള്ളൂ. ആ പ്രബോധന കാലം കൊണ്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ദീനുൽ ഇസ്ലാമിനെ ആകർഷിച്ച് ദീനുൽ ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുന്ന സമയത്ത് എത്രയോ സ്വഹാബിമാർ, ആയിരക്കണക്കിന് സ്വഹാബിമാരുണ്ട്. അങ്ങനെ ഒരു നബിക്കും കിട്ടാത്ത വിധത്തിലുള്ള, ഒരു നബിയുടെ കൂടെയും കൂടാത്ത അത്ര സമുദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ട്, വിശ്വാസികളുണ്ട് എന്നാണ് പറയുന്നത്. മറ്റുള്ള നബിമാരൊക്കെ അവർ പ്രബോധനം ചെയ്ത പ്രബോധിതരായ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു, ആയിരക്കണക്കിനുണ്ട്. പക്ഷെ വിശ്വസിച്ചവർ കുറഞ്ഞുപോയി. നമ്മുടെ നബി അങ്ങനെയല്ല. ഉർസിൽതു ഇലൽ ഖൽഖി കാഫത്ത്, എല്ലാ സൃഷ്ടികളിലേക്കും ഞാൻ അയക്കപ്പെട്ടു. അത് മനുഷ്യരല്ലാത്തവരൊക്കെ എന്നെ മനസ്സിലാക്കുകയും ചെയ്തു. മനുഷ്യരും ജിന്നുകളുമല്ലാത്തവരൊക്കെ ഞാൻ പ്രവാചകരാണെന്ന് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ മനുഷ്യരിൽ നിന്ന് ഉള്ള ദോഷികൾ, തമ്മാടികൾ, അവർ എന്നെ വിശ്വസിച്ചിട്ടില്ല. അവരല്ലാത്തവരൊക്കെ എന്നെ വിശ്വസിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അനുയായികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മഹത്വമാണ്. ആ പ്രബോധകന് വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നൊരു കാര്യമാണ്. വഅന്ന ഉമ്മതഹു അഫ്ളലുൽ ഉമമി ഫിർ റുജ്ഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത്, നബി തങ്ങളുടെ സമുദായം, വിശ്വസിച്ച സമുദായം, അഫ്ളലുൽ ഉമം, സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠായത് നബി തങ്ങളുടെ സമുദായ, ഫിർ റുജ്ഹാൻ, മഹത്വത്തിൽ. എന്തുകൊണ്ടാണത്? അതാണ് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞത്, ലമ്മാ ദഅ അല്ലാഹു ദാഇനാ ലിത്വഅതിഹി ബിഅക്രമിർ റുസുലി കുന്നാ അക്രമൽ ഉമമി. ഏറ്റവും സമുന്നതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ നബി. ആ നബിയുടെ കാരണം കൊണ്ട് നാം ഏറ്റവും സമുന്നതരായ സമുദായവുമായി. ഖാല തആല, അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഓ മുസ്ലിം സമുദായമേ, നിങ്ങൾ സമുദായത്തിൽ വെച്ച്, ഈ ഉമ്മത്തിനെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഈ സമുദായത്തിൽ വെച്ച് ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങൾ. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളെ എല്ലാ മനുഷ്യർക്കുമായി അല്ലാഹു തആല നിങ്ങളെ ഒരുക്കിയിരിക്കുന്നു. ഐലി സുലാഹിഹിം മിനൽ അമഹാൻ, എല്ലാ ജനങ്ങളെയും അവരുടെ അധർമ്മങ്ങളിൽ നിന്ന് അവരെ ധർമ്മബോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെ അല്ലാഹു തആല പ്രത്യേകം സെലക്ട് ചെയ്ത വിഭാഗങ്ങളാണ്. ആദ്യാദ്യമായി ഇസ്ലാമിനെ പുൽകി വരുന്ന ആളുകളാവുന്ന സമുദായമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാനവികതയാണല്ലോ ഈ ഭൂമിയിൽ വേണ്ടത്. മനുഷ്യത്വം, മാനവികത നിലനിൽക്കുകയാണ് ഈ ഭൂമിയിൽ വേണ്ടത്. അപ്പോൾ അത് നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ടായി. അവർ മറ്റുള്ളവരെ പ്രബോധനം ചെയ്ത് അവരാ മാനവികത നിലനിർത്തിയാൽ അത് മനുഷ്യരാശിക്ക് വലിയൊരു സുരക്ഷയാണ് ഈ ഭൂമിയിൽ. ആ മനുഷ്യൻ്റെ ഉപകാരത്തിനായി അല്ലാഹു തആല മനുഷ്യന് ചുറ്റും പടച്ചു വച്ച, ഭൂമിയിലും ആകാശത്തും വെള്ളത്തിലും പടച്ചു വച്ച മനുഷ്യൻ്റെ സൗകര്യങ്ങളാണിതെല്ലാം. ആകാശഭൂമികളിലുള്ള സർവ്വതും അതൊക്കെ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധം അത് നല്ല രൂപത്തിൽ അത് നിലനിൽക്കാനും അല്ലാഹു അതിനെ നിലനിർത്തി തരണമെങ്കിൽ ഇവിടെ മാനവികത നിലനിൽക്കണം. അതിനൊക്കെ ആവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച നല്ലൊരു സമുദായം
ഇവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. വഅന്ന മിൻ ഖസ്വായിസി ഉമ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്പെഷ്യൽ സമുദായത്തിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് അന്ന അഹദഹും ഇല്ലം യനൽ ദംബഹു ഗുഫ്റാൻ ഇന്നമാ അദാബുഹു ഫിദ്ദുനിയാ ബിൽ ബർസഖി ഫയുഹ്ശറൂന ബിലാ ഇസ്യാൻ. വലിയ ഭാഗ്യമാണ്, ഒരൊറ്റ വ്യക്തിക്കും കിട്ടാത്ത, ഒരൊറ്റ സമുദായത്തിനും കിട്ടാത്ത ഭാഗ്യമാണ് ഈ പറയുന്നത്. അന്ന അഹദഹും ഇല്ലം യനൽ ദംബഹു ഗുഫ്റാൻ, ഈ സമുദായത്തിൽ പെട്ട ഒരാൾ, മുസ്തനബിയെ കൊണ്ട് വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകളുണ്ടായി. ആ തെറ്റുകൾ പല അമലുകളെ കൊണ്ടും കാരണങ്ങളെ കൊണ്ടും അല്ലാഹു തആല ചെറുദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട്. പല ഓഫറും അല്ലാഹു വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയെ ബഹുമാനിച്ചുകൊണ്ട് ഒരാൾ വെള്ളിയാഴ്ച ജുമുഅക്ക് പോയി കുളിച്ച് വൃത്തിയായി വെള്ളിയാഴ്ച ജുമുഅക്ക് പോയി അതിൻ്റെ ആദാബുകളൊക്കെ പാലിച്ച് നിസ്കാരം കഴിഞ്ഞ് പോന്നാൽ അള്ളാഹു അവിടെ ഒരു ഓഫർ വെച്ചു, അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ചൻ്റെ അടിയിലുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കും. അതുപോലെ ഒരു ബാങ്ക് വിളിച്ചു, എല്ലാ ദിവസവും ഒരു ബാങ്ക് വിളിച്ച് ആ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകി അതിന് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അടുത്ത ബാങ്ക് വരെയുള്ള ദോഷങ്ങളൊന്നും എഴുതൂല, അതൊക്കെ പുറത്തു. അതുപോലെ വുളൂ ചെയ്ത് നിസ്കരിച്ചു, 5 വക്ത് വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ ആ മനുഷ്യൻ്റെ എല്ലാ ചെറുദോഷങ്ങളും 5 വക്ത് നിസ്കാരങ്ങളിലോടുകൂടെ അള്ളാഹു പുറത്തു തരുന്നു. ഇങ്ങനെ ചെറുദോഷങ്ങളെ പൊറുക്കാൻ, അതാണല്ലോ മനുഷ്യൻ്റെ അടുത്തുനിന്ന് എപ്പോഴും വരുന്ന ദോഷം. ചെറുദോഷങ്ങൾ പൊറുക്കാൻ അല്ലാഹു തആല ധാരാളം ഓഫർ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾ സ്വതക്ക ചെയ്തു, ആ സ്വതക്കത്ത് തുത്ഫിഉൽ ഖത്വായ എന്ന റസൂലുള്ളാഹി പറഞ്ഞത്. ഏതൊരു സ്വതക്കയും അത് ദോഷങ്ങളെ അത് കെടുത്തിക്കളയും. ദോഷങ്ങൾ വലിയ ചൂടാണ്, ദോഷങ്ങളൊക്കെ തീയാണ്, അത് നരകത്തേക്കുള്ളതാണ് ദോഷങ്ങൾ, നന്മകൾ സ്വർഗത്തേക്കുള്ളതുമാണ്. അപ്പോൾ തിന്മകൾ ചെയ്യുമ്പോൾ ആ തിന്മകൾക്ക് ചൂടുണ്ട്, അവൻ്റെ ആത്മാവ് ചൂടാവുന്നു, അവൻ്റെ കൽബ് ചൂടാവുന്നു. ആ കൽബിൻ്റെ ചൂടും ആത്മാവിൻ്റെ ചൂടൊക്കെ കെടുത്തിക്കളയാൻ പറ്റും സ്വതക്ക ചെയ്യൽ. ഇങ്ങനെ ദീനുൽ ഇസ്ലാമിൽ ദോഷങ്ങൾ പൊറുക്കാനുള്ള കുറേ ഓഫറുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഈ ഓഫറൊന്നും ഒരാളെ ദോഷം പൊറുക്കാൻ ഉപകാരപ്രദമായില്ല. അങ്ങനെ അവൻ്റെ ദോഷം വന്തോഷമാണ്. വന്തോഷവും ചിലപ്പോൾ അല്ലാഹു തആല വലിയ നന്മ ചെയ്താൽ ആ നന്മയുടെ കാരണം കൊണ്ട് വന്തോഷം ചിലപ്പോൾ പൊറുക്കും. പക്ഷെ ഒരാൾ അങ്ങനെ ദോഷം സംഭവിച്ചിട്ടുണ്ട്, അവൻ്റെ ദോഷം പൊറുപ്പിക്കാൻ പറ്റുമൊന്നും അവൻ്റെയൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായത് വൃത്തിയായിട്ടില്ല. എന്നാൽ എന്താണ് അവിടെ നടക്കുക? ഇല്ലം യനൽ ദംബഹു ഗുഫ്റാനുൻ, അവൻ്റെ ദോഷങ്ങളെ പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്നമാ അദാബുഹു ഫിദ്ദുനിയാ, അവന് കിട്ടാൻ പോകുന്ന ശിക്ഷയൊക്കെ ദുനിയാവിലാണ്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. അല്ലാഹു ആഖിറത്തിലേക്ക് വെക്കുന്നില്ല. അവൻ്റെ ദോഷങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല അവന് പരീക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ടവൻ്റെ മക്കൾക്കോ ഭാര്യക്കോ അവനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവന് മനസ്സിക്ക് വലിയ വിഷമം ഉണ്ടാകുന്ന വിധത്തിൽ അല്ലാഹു തആല ശിക്ഷ കൊടുക്കും ദുനിയാവിൽ. ദുനിയാവിൽ ശിക്ഷിച്ചില്ലെങ്കിലോ അവിൽ ബർസഖി, അല്ലെങ്കിൽ അവൻ ഖബർക്ക് വരാൻ കാത്തുക്കും, ഖബറിൽ വെച്ചിട്ട് അല്ലാഹു തആല ശിക്ഷിക്കും. ദുനിയാവാണെങ്കിലും ഖബറാണെങ്കിലും അതൊക്കെ ഒരു അന്ത്യം അവസാനമുള്ള താമസമാണ്. ഖബറുവാസം എന്ന് പറയുന്നതും ഐഹികവാസം എന്നൊക്കെ പറയുന്നത് അത് തുച്ഛമായ സമയമാണ്. അതിനൊക്കെ ഒരു അറ്റമുണ്ട്, അറ്റമുള്ളതെല്ലാം ചെറുതാണ്. അപ്പോൾ ഈ ഉമ്മത്തിൽപ്പെട്ട ദോഷികൾ
അവൻ മുഅ്മിനാണെങ്കിൽ, മുഅ്മിനായി മരിച്ചവരാണെങ്കിൽ ഒന്നിരിക്കൽ അവൻ്റെ ദോഷങ്ങൾ അവൻ്റെ അമലുകൾ കൊണ്ട് പൊറുക്കും. അങ്ങനെ പൊറുത്തിട്ടില്ലെങ്കിൽ അവനുള്ള ശിക്ഷ ദുനിയാവിൽ വെച്ച് അള്ളാഹു നൽകും, അല്ലെങ്കിൽ അവനുള്ള ശിക്ഷ ഖബറിൽ വെച്ച് നൽകും. ബർസഖ് എന്ന് പറഞ്ഞാൽ ഖബർ. ഫയുഹ്ശറൂന ബിലാ ഇസ്യാൻ. അങ്ങനെ അവർ രണ്ടാമൂത്തിന് ശേഷം മഹ്ശറിലേക്ക്, അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ ഒരു പാപവുമില്ലാതെ പാപ സുരക്ഷിതരായിട്ടാണ് അവർ പുനർജീവിപ്പിക്കപ്പെടുന്നത്. ഫയുഹ്ശറൂന ബിലാ ഇസ്യാൻ. ഒരു തെറ്റുമില്ലാത്തവരായി അവർ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ആ ഭാഗ്യം അല്ലാഹു തആല ഒരൊറ്റ ആക്കും, ഒരൊറ്റ സമുദായത്തിനും അല്ലാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ സമുദായത്തിന് മാത്രമേ ഖബർ ശിക്ഷയുള്ളൂ, മറ്റുള്ള സമുദായത്തിനൊന്നും ഖബർ ശിക്ഷ ഇല്ല. എന്താ ഖബർ ശിക്ഷ ഇല്ലാത്തത്? ഖബർ ശിക്ഷ ഇല്ലാത്തത് പൊതുവേ ഇല്ല എന്നാണ് പറയുന്നത്. മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ആളുകൾക്ക് ഖബർ ശിക്ഷ ഉണ്ട്. അവർ അത്രത്തോളം വഴി തെറ്റിപ്പോയ ആളുകളായതുകൊണ്ട് ചില ആളുകൾക്ക് ഖബർ ശിക്ഷ ഉണ്ട്. പൊതുവേ മുൻ സമുദായങ്ങൾക്ക് ഖബർ ശിക്ഷ ഇല്ല, മഹ്ശറിലാ ശിക്ഷ ഉള്ളത്. ഫിർഔനിനൊക്കെ ഖബർ ശിക്ഷ ഉണ്ട്. കാരണം ഫിർഔന് അതിരുവിട്ട തെറ്റാ ചെയ്തത്. അന റബ്ബുക്കുമുൽ അഅല എന്നൊക്കെ അല്ല അവൻ പറഞ്ഞത്. അതുകൊണ്ട് അവന് ഖബർ ശിക്ഷ ഉണ്ട്. അതുപോലെ പഴയ കാലത്തെ ഒരു കവിയായിരുന്നു ഇംറുഉൽ ഖൈസ്. ഇംറുഉൽ ഖൈസിനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്, അവന് ഖബർ ശിക്ഷയുണ്ട്, ഖബറിലെ ശിക്ഷ ഉണ്ട്. അത് പിന്നെ ചില പ്രത്യേകക്കാർക്ക് അങ്ങനെ ഉണ്ട്. ഇംറുഉൽ ഖൈസിൻ്റെ അടുത്തുനിന്ന് തീരെ മാനവികതയ്ക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ വന്ന ആളാണ്. തെറ്റുകൾ മനുഷ്യന്മാരുടെ അടുത്തു നിന്നൊക്കെ സംഭവിക്കും, പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത വിധം അത്രയും അശ്ലീലമായ തെറ്റുകൾ ഇംറുഉൽ ഖൈസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഇംറുഉൽ ഖൈസിന് ശിക്ഷ ഉണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. പൊതുവെ ശിക്ഷ മുൻ സമുദായങ്ങൾക്ക് ഖബറിൽ ഇല്ല. അതിന് കാരണം അവർക്ക് മഹ്ശറിലേക്ക് അല്ലാഹു ബന്ധിച്ചു വെച്ചു. മഹ്ശറിലെ ശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ. അതാണ് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ശിക്ഷ. വന്ന ഹിസാബഹും ഫിൽ ഖബരി. ഈ ഉമ്മത്തിനിക്ക് ഹിസാബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ ഉമ്മത്തിൻ്റെ ഹിസാബ് ഖബറിൽ വെച്ചിട്ടാണ് ഹിസാബ് എടുക്കുന്നത്. മഹ്ശറിൽ ചെന്നാൽ സാധാരണ ഉമ്മത്തിനുണ്ടാകുന്ന ഹിസാബ് എടുക്കലൊന്നും ഈ ഉമ്മത്തിനില്ല. അത്രയും മഹത്വമുള്ളവരാണ് ഈ ഉമ്മത്ത്. വന്ന ഹിസാബവും, ഈ ഉമ്മത്തിൻ്റെ ഹിസാബ് ഫിൽ ഖബരി, ഖബറിലാണ്. വയുഗ്ഫറു ലഹും, ഈ ഉമ്മത്തിലേക്ക് പൊറുക്കപ്പെടുന്നു. ബിസ്തിഗ്ഫാരിൽ മുഅ്മിനീനൽ ഇഖ്വാൻ, മുഅ്മിനീകളായ അവരുടെ സഹോദരന്മാർ ഇവർ മരിച്ചുപോയ ശേഷം പൊറുക്കലിനെ തേടിയാൽ ഇവർ മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നു. കണ്ടോ, അതാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്. നിർബന്ധമായും ദുആ ചെയ്യൽ ഇസ്ലാമിൻ്റെ നിയമത്തിൽപ്പെട്ടതാണ്. ഒരു മുഅ്മിൻ മരിച്ചാൽ ആ മുഅ്മിൻ്റെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി മറ്റുള്ളവർ ദുആ ചെയ്യൽ ഫർളാണ്, സുന്നത്തല്ല. അതാണല്ലോ നിസ്കാരം, മയ്യിത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു. റബ്ബേ, ഇദ്ദേഹത്തിന് നീ ഫുൾ പുറത്തു കൊടുക്ക്, എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്ത് കൊടുക്ക്, നീ റഹ്മത്ത് ചെയ്യ്, അവരെ സ്വർഗ്ഗക്കാരനാക്ക്. ഇങ്ങനെ നാം ദുആ ചെയ്യുന്നുണ്ട്. ഈ ദുആ കൊണ്ട് അല്ലാഹു തആല മനുഷ്യന് പുറത്തു കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ജീവിച്ചിരിപ്പുള്ള ആളുകൾ ഈ ഉമ്മത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം, ഇങ്ങനൊരു പതിവ് മുൻ കഴിഞ്ഞു പോയ സമുദായങ്ങളിൽ ഇല്ലായിരുന്നു. വലാ തമസ്സുഹും, മാത്രമല്ല വലിയ മഹത്വം, ഈ ഉമ്മത്തിനെ സ്പർശിക്കുകയേ ഇല്ല. ബഅദൽ ഹശരി, ഖിയാമത്ത് നാളിൽ, മഹ്ശറിൽ, പുനർജന്മത്തിൻ്റെ ശേഷം നാറുൽ
മഹ്ശറിലെ നരകമല്ല. ഈ ഉമ്മത്തിന് നരകമുണ്ട്. ആ നരകം ഏതാണ്? ആ നരകം ഖബറിലൊരു നരകമുണ്ട്. നരകവും സ്വർഗമൊക്കെ ഖബറിൽ തന്നെ ഉണ്ട്. ഖബറിലുള്ള നരകമാണ് ഈ ഉമ്മത്തിന് കിട്ടാൻ പോകുന്ന നരകം. അതന്നെ അള്ളാഹു തആല ദോഷം പുറത്തിട്ടില്ലെങ്കിൽ. മഹ്ശറിലുള്ള സാക്ഷാൽ നരകം, ആ നരകം ഈ ഉമ്മത്തിനില്ല. ഈ ഉമ്മത്തിന് ആ നരകം ഇല്ലാത്തത് കൊണ്ടാണ് മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ മഹ്ശറിലുള്ള ആളുകളൊക്കെ ഷഫാഅത്തിനും വേണ്ടി ആദം നബിൻ്റെ അടുത്ത് പോവും. അങ്ങനെ ഓരോ നബിമാരോ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യുമെന്ന് പറയൂ, പ്രധാനപ്പെട്ട നബിമാരുടെ അടുത്ത് നിന്നിട്ട്. അങ്ങനെ പോകുമ്പോൾ ഈ ഉമ്മത്ത് അതിൽ പോകൂല. ഈ ഉമ്മത്തിനറിയാൻ നാം ഇവിടുത്തെ ലീഡേഴ്സാണ്. നമ്മളെ ഹിസാബും എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ മഹ്ശറിൽ ആദ്യം അല്ലാഹു തആല മറ്റുള്ളവരൊക്കെ പുനർജീവിപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളെ പുനർജീവിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് നമ്മളെ അവിടെ വളണ്ടിയേഴ്സായിട്ട് അല്ലാഹു തആല നമ്മളെ വെക്കുകയാണ്. ഈ ഉമ്മത്തിനെ മഹ്ശറിലെ വളണ്ടിയർമാരായിട്ട് വെക്കുകയാണ്. നമ്മളാദ്യം അല്ലാഹു തആല വിളിക്കും, മറ്റുള്ളവരെ വിളിക്കുന്നതിന് മുമ്പായിട്ട്. നമ്മളെ പേരൊക്കെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മുടെ ഹിസാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ കിതാബ് തരും. നമ്മൾ മാത്രം, ആ ചോദിക്കപ്പെടുന്ന ആൾ മാത്രമേ അറിയുള്ളൂ. അല്ലാഹു തആല അങ്ങനെ നീ ചെയ്തതാണ് ഇതൊക്കെ എന്നുള്ളത് അല്ലാഹു തആല അങ്ങനെ വെളിവാക്കി തരും. അല്ലാഹു തആല വേറെ ആരും അറിയാതെ വഷളാകണമെന്ന് ആരും അറിയാത്ത രൂപത്തിൽ അങ്ങനെ അല്ലാഹു തആല നമ്മളെ കാര്യപ്പെട്ടത് സലാമത്താക്കി തരും. യഥാർത്ഥ ഉമ്മത്തായിട്ട് മരിച്ചു പോയവർക്ക് കിട്ടുന്ന ഓഫറാണത്. അതാ നബിനോടുള്ള ബഹുമാനമാണ്, മുത്തുനബിനോടുള്ള ബഹുമാനം. മുത്തുനബിൻ്റെ ശിഷ്യന്മാരാണ്, മുത്തുനബിൻ്റെ ഉമ്മത്തപ്പെട്ട ആളുകളാന്നുള്ള ബഹുമാനമാണ്. എല്ലാവർക്കും ഇല്ല. അപ്പോൾ മഹ്ശറിൽ നമ്മളെ ശേഷമാണ് ബാക്കിയുള്ളവരൊക്കെ വരുന്നത്. ആ വരുന്ന ആളുകൾക്ക് വേണ്ടതൊക്കെ അവിടെയാണ് കിതാബ് കൊടുക്കുന്ന സ്ഥലം, അപ്പുറത്താണ് മീസാന്, ഇവിടെയാണ് സിറാത്ത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ. അവരൊരിക്കലും മഹ്ശറിൽ വരാൻ പോകുന്ന വലിയ നരകം അതവർക്കില്ല. പക്ഷേ ഈമാൻ കിട്ടി മരിക്കണം. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഅന്നഹും യുഅ്തൗന ഫിദാഹും, ഇക്കാര്യം ഇമാം സുയൂത്തി അവരുടെ അൽ ഖസായിസുൽ കുബ്ര എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് സമർത്ഥിച്ചിട്ടുണ്ട് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട്. അതുപോലെ ഇമാം സുയൂത്തിയുടെ ശിഷ്യനാണ് അൽ ഹാഫിദ് അസ്വാലിഹു ഷാമി. അവർ സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അതുപോലെ ധാരാളം ഹദീസ് വെച്ച് അവരും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ വിത്തിരിയേക്ക് എഴുതിയ ഷെയ്ഖുന AP ഉസ്താദ് എഴുതിയ ഒരു വ്യാഖ്യാനം അൽ അവായിദുൽ വജദിയ ഷർഹുൽ ഖസായിദുൽ വിത്രിയ. ആ കിതാബിൻ്റെ അവസാന ഭാഗത്ത് യമീനം ബി റബ്ബി ഇന്ന ഖൽബി യുഹിബ്ബുഹു വദാക റജാഇ ഫിൽ മമാതി വഫിൽ മഹിയ എന്ന് പറയുന്ന ആ ബൈത്ത്, അതിൻ്റെ അവസാനത്ത് കാണാം അതിൻ്റെ സമർത്ഥനം. ഈ ഉമ്മത്തിനിക്ക് മഹ്ശറിൽ നരകല്ല, ഹിസാബില്ല, അതൊക്കെ മറ്റുള്ള ഉമ്മത്തിനാണ്. അങ്ങനെ ഹദീസുകളിലുണ്ട്. ഫഅന്നഹും യുഅ്തൗന ഫിദാഹും, ഈ സമുദായത്തിന് നൽകപ്പെടും, ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകപ്പെടും ഫിദാഹും, ഇവർക്കുള്ള പ്രായശ്ചിത്തം. ഇവരുടെ ഭാഗത്ത് നിന്ന് തെറ്റൊക്കെ സംഭവിച്ചിട്ട് അള്ളാഹ് പുറത്തെടുത്തതാണ്, നരകത്തിലേക്ക് കൊണ്ടുപോവേണ്ട കേസാണ്. പക്ഷേ അതിന് ഇവർക്ക് അല്ലാഹു തആല പ്രായശ്ചിത്തം നൽകും. അനിന്നാരി, നരകത്തിൽ നിന്ന്, നരകത്തെ തൊട്ട് പ്രായശ്ചിത്തം നൽകും. അദുവഹും, ഇവരുടെ ശത്രുക്കളെ, അൽ മുശ്രിക്കീൻ, ഇവരോട് വലിയ വിദ്വേഷം കാണിച്ച, ഇവരെ പീഡിപ്പിച്ച മുശ്രിക്കീങ്ങൾ അവിടെ വരും. ഇസ്രായേൽ, ഫലസ്തീനിലൊക്കെ പീഡിപ്പിച്ച ഇസ്രായേൽ അവിടെ വരും. അപ്പോൾ അവർ ആ അവിശ്വാസികളെ, വൽ യഹൂദ, ജൂതന്മാരെയും, വൻ നസ്രാൻ,
നസ്രാനികളെയും മുസ്ലിങ്ങളെ പീഡിപ്പിച്ചവരായ ശത്രുക്കൾ അവരെ അവിടെ കൊണ്ടുവരപ്പെടും. അവരെ ഇവരുടെ മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ പ്രായശ്ചിത്തമായി നരകത്തിലേക്ക് തള്ളപ്പെടും. നരകത്തിൽ ആരുമില്ലാതിരുന്നാൽ നരകം കരഞ്ഞു പോകും. അപ്പോൾ നരകത്തിൻ്റെ കരച്ചിൽ അള്ളാഹുവിന് നരകത്തിൻ്റെ കരച്ചിലിനോട് നരകത്തിനോടും അള്ളാഹു തആല റഹ്മത്ത് തോന്നും. അതുകൊണ്ട് നരകത്തിലും കുറച്ച് ആളുകൾ ഉണ്ടായേ പറ്റൂ. ഫൽ മുഹമ്മദിയ്യത്തു അല്ലത്തി തദ്ഖുലുന്നാറ, നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്ന മുഹമ്മദീയത്ത്. ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു സംശയമുണ്ട്. ചില ഹദീസുകളിലൊക്കെ ഉണ്ട് നരകത്തിലേക്ക് തള്ളപ്പെട്ട മുഅ്മിനീങ്ങൾ, കുറച്ചാളുകൾ മുഅ്മിനീങ്ങളിൽ തന്നെ കുറച്ചാൾ നരകത്തിലുണ്ട് എന്ന് വ്യക്തമാണ് ഹദീസുകളിൽ. ആ മുഅ്മിനീങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി ഉമ്മത്തി, റബ്ബേ എൻ്റെ ഉമ്മത്തിനൊക്കെ നീ സ്വർഗത്ത് കൊണ്ടുപോകണം, എന്നാലേ എനിക്ക് തൃപ്തിയാവൂന്ന് റസൂൽ മഹ്ശറിൽ പറയുന്നൊരു രംഗമുണ്ട്. അപ്പോൾ പിന്നെ ഈ ഉമ്മത്തിലേക്ക് നരകമല്ല മഹ്ശറിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റസൂൽ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയുക? അതിന് മറുപടി നാം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു. ആദം നബി മുതൽക്ക് ഈസാ നബി വരെ കഴിഞ്ഞു പോയ അംബിയാ മുർസലീങ്ങളും അവരുടെ ഉമ്മത്തും റസൂലുള്ളാഹിയുടെ ഉമ്മത്ത് തന്നെയാണ്. ഫൗമമുഹും കുല്ലഹും ഉമ്മത്തും മുഹമ്മദിയ്യത്തുനെന്ന് ഇമാം സുബ്ക്കി പറഞ്ഞിട്ടുണ്ട്. അത് നാം നേരത്തെ വിശദീകരിച്ച സംഭവമാണ്. അതുകൊണ്ട് അവരാണ് ഫൽ മുഹമ്മദിയ്യത്തുല്ലത്തി തദ്ഖുലുന്നാർ, നരകത്തിൽ പ്രവേശിക്കുമെന്ന് ഹദീസിൽ പറഞ്ഞ ഉമ്മത്ത് മുഹമ്മദിയ്യത്ത് ആരാണ്? ഹിയ മിനൽ ഉമമിൽ മാദിയ, അത് കഴിഞ്ഞു പോയ സമുദായത്തിൽപ്പെട്ട ഉമ്മത്താണ്. അവർ ഉമ്മത്ത് മുഹമ്മദിയ്യത്ത് തന്നെയാണ്. അവർ സ്പെഷ്യൽ അല്ല, സ്പെഷ്യൽ സമുദായമല്ല. സ്പെഷ്യൽ സമുദായം മുഹമ്മദിയ്യത്ത് നാമാണ്. ഫഖദ് മർറലി ഉമ്മത്തിഹി മാനയാൻ, തിരുനബിയുടെ ഉമ്മത്ത് എന്ന് പറയുന്നതിന് രണ്ട് മീനിങ് ഉണ്ട്, രണ്ട് വിഭാഗം ഉമ്മത്തുണ്ട് എന്ന് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതെവിടെ പറഞ്ഞത്? അത് നാം 15-ാമത്തെ അധ്യായത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. വഅന്നഹും അവ്വലു മൻ തൻഷഖു അൻഹുമുൽ അർളു ഇദാ മളൻ നഫ്ഖാൻ. മാത്രമല്ല ഈ സമുദായം അവ്വലു മൻ തൻഷഖു അൻഹുമുൽ അർളു, ഭൂമി ആദ്യമായി ഖിയാമത്ത് നാളൊക്കെ ഉണ്ടായതിന് ശേഷം, ഭൂമിനെയും ആകാശത്തെയൊക്കെ നിരപ്പാക്കിയ ശേഷം ഭൂമി രണ്ടാമൂത്തിന് ശേഷം പിളർത്തപ്പെടും. അങ്ങനെ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയവരൊക്കെ പുനർജീവിപ്പിക്കപ്പെടും. അപ്പോൾ ഭൂമി ആദ്യമായിട്ട് പിളരുക അവ്വലു മൻ തൻഷഖു അൻഹുമുൽ അർളു ഇദാ മളൻ നഫ്ഖാൻ, രണ്ട് ഊത്തും സംഭവിച്ചാൽ ആദ്യമായി ഭൂമി ഈ സമുദായത്തിൽപ്പെട്ട ആളുകളിൽ നിന്നാണ്, ആളുകളെ തൊട്ടാണ് ഭൂമി പിളർന്നു വരിക. ആദ്യമായിട്ട് ഈ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പുനർജീവിപ്പിക്കപ്പെടുക. അത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ പ്രത്യേകത ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.